നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റിയൽ റിയാക്ഷൻ വീഡിയോ ആണ്. റിയൽ റിയാക്ഷൻ വീഡിയോയിൽ ഒരു റീല് പോലും ഞാൻ ഒരിടത്ത് സെർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കാറില്ല. അത്രയധികം ജനകീയമാണ് ഈ ഒരു പരിപാടി എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. അതിൽ 2-ൽ കൂടുതൽ തവണ വന്നതൊക്കെയാണ് പലപ്പോഴും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ തീം എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയം. അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റേ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, ഈ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്, മതമുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും ഇപ്പോൾ ആൺ പെൺ വേർതിരിവുകൾ, ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയമുണ്ട്. ഏത് തരത്തിലാണെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന ചില സംഗതികളെ കുറിച്ചിട്ടാണ്. വളരെ രസകരമായിട്ടുള്ള ചില സംഗതികളാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ റിയൽ റിയാക്ഷനിൽ ആദ്യമായിട്ട് എനിക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത്, വളരെ രസകരം എന്ന് തോന്നുന്നതാണ് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അത്ര രസകരമല്ല. കുറേയധികം ആളുകളുടെ ദുരനുഭവങ്ങളൊക്കെ പലയിടത്തായിട്ട് വായിക്കാനായിട്ട് സാധിച്ചു. ഞാനൊരിക്കൽ തുർക്കി ജാം എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നും അത്യാവശ്യം എല്ലാ ദിവസവും കുറേയധികം ആളുകൾ കാണുന്ന ഒരു വീഡിയോ ആണ് അത്. അങ്ങനെ ആളുകൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ചില ആളുകൾക്കുണ്ട്. അതിൻ്റെ കച്ചവട മേഖലയിലേക്ക് സ്ഥിരമായിട്ട് ആളുകൾ കടന്നു വരാറുണ്ട്. ആദ്യം തന്നെ ഈ ഒരു റീൽ ആഡ് ചെയ്തത് ഇത് വേറെ ഒരെണ്ണത്തിൻ്റെ കൂടെ ചേരാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ടൈഗർ ബാം മിക്സും ഇതൊക്കെയാണോ കൊണ്ടുവന്നത്? അല്ല, നിങ്ങളിപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ആയി ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? എങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാമിന സേവർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തായ് ഹെർബ്സ് വെച്ച് ഉണ്ടാക്കുന്ന 100% ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിനെ 100% സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അതുപോലെ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. നാളെ നാട്ടിൽ പോവാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ എയർപോർട്ടിലോട്ട് പോകും കൊണ്ടുതരുന്നു. അതേപോലെയുള്ള കോളുകളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 ദിവസം മുന്നേ എങ്കിലും വിളിച്ച് ഓർഡർ ചെയ്യാൻ നോക്കുക. നാട്ടിൽ പോകുന്ന തീരുമാനിച്ച ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റും കൂടി നിങ്ങൾ ഓർഡർ ചെയ്ത് വെക്കാം. ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാൻ സ്റ്റാമിന സേവർ, ഫ്ലൈ വിത്ത് യുവർ ഹാപ്പിനെസ്. പ്രവാസികൾക്കിടയിൽ നിന്ന് പ്രവാസികളെ അപമാനിക്കുന്ന തരത്തിലേക്ക് പ്രവാസികളായിട്ടുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ നാട്ടിലേക്ക് പോകുന്നത് എന്തോ യുദ്ധത്തിന് പോകുന്നത് പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പ്രതീതി ജനിപ്പിച്ച് ഒരു സാധനം വിൽക്കാൻ വേണ്ടിയുള്ള നമ്പറാണ്. എന്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഒരു ഉഡായിപ്പ് മണക്കുന്നുണ്ട്. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ UAE ആണെങ്കിലും ബാക്കിയുള്ള അറബ് കൺട്രീസ് അവരുടെ സൂപ്പർ മാർക്കറ്റുകൾ അത്രയധികം അലോ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അവിടെ ഒരു സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയകൾ പാലിക്കുന്ന സംഭവമല്ല ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. തുർക്കി ജാമാണ് എന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സ്റ്റാമിന കൂട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വാട്സപ്പ് നമ്പർ വഴി വിൽക്കുന്നത്. ഈ ഒരു റീലിനകത്തും എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഇത് അങ്ങനെയൊന്നുമല്ല. നൈസായിട്ട് ബാഗിൽ ഇട്ടുകൊണ്ട് പോയി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കോണ്ടോ ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഷെൽഫിൻ്റെ അടുത്ത് പോയി നൈസായിട്ട് ഇതെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജെനുവിനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ഇതുപോലുള്ള പ്രൊഡക്റ്റുകളൊന്നും ദയവ് ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വയാഗ്ര പൊടിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊടിച്ചിടുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എല്ലാം കൂടെ ഇട്ട് ഒരു ചെമ്പിനകത്ത് കുഴയ്ക്കുകയോ ഗുളികയോ ഉണ്ടാക്കുകയൊക്കെയാണ്. ഇത് ഡയറക്റ്റ് ഒരു ഡോക്ടറെ പോയി കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എടുക്കേണ്ട ഒരു അളവൊക്കെ കുറിച്ച് തരും. അത് ഡയറക്റ്റ് പോയി വാങ്ങിക്കഴിച്ചാൽ ഈ പ്രശ്നം തരും. പൊതുവെ പഴഞ്ചൻ ചിന്താഗതിയുള്ള ലൈംഗിക ദാരിദ്ര്യമുള്ള രാജ്യത്തെ ആണുങ്ങൾക്ക് ഒരു അപകർഷതാബോധമുണ്ട്. അല്ലെങ്കിൽ അവരുടെ വിജയമെല്ലാം കൊണ്ടേ വെച്ചിരിക്കുന്നത് ഈ ലൈംഗിക ശേഷി എന്നൊക്കെ പറയുന്ന കാര്യത്തിലാണ്. അപ്പോൾ ആ ഒരു അപകർഷതാബോധത്തിൽ നിന്ന് താനെന്തോ വയ്യാത്തവനാണ്, തനിക്ക് പറ്റത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്നിട്ടൊക്കെയാണ് പലപ്പോഴും ഇതുപോലുള്ള സാധനത്തിലേക്ക് പോകുന്നത്. ഇതിൽ 90% ആളുകൾക്കും യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം അവരുടെ ആ ഒരു കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അവിടെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് നടത്തുന്നത്. ഇപ്പം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് 2 വർഷമൊക്കെ കൂടി പോകുന്ന സമയത്ത് എന്നൊക്കെയുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ്. എൻ്റെ അമ്മേ. ആക്ടർ വിനായകൻ WCC പോലെയുള്ള സംഘടനകളെ കുറിച്ചിട്ട് പറയുന്നതാണ്. ചേട്ടന് തോന്നുന്നുണ്ടോ ഇന്ന് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ WCC പോലെ യാതൊരു സംഘടനകളും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒച്ച വരുത്താൻ ആരുമില്ല? പുരുഷന്മാരോട് WCC സിനിമയിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇവരെ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് അതാണ് ഒരു ചെറിയ ഡൗട്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും സ്ത്രീകളല്ലേ? മീഡിയയിൽ വർക്ക് ചെയ്യാനവർ സ്ത്രീകളല്ലേ? കമ്പ്യൂട്ടർ കമ്പനിയിൽ വർക്ക് ചെയ്യാനവർ സ്ത്രീകളല്ലേ? ഹോട്ടലിൽ വർക്ക് ചെയ്യാനവർ സ്ത്രീകളല്ലേ? പോലീസിൽ വർക്ക് ചെയ്യാനവർ സ്ത്രീകളല്ലേ? ഇവർക്കൊന്നും പീഡനമില്ല. ഇവർ സിനിമയുടെ ആൾക്കാരെ മാത്രം സഹായിക്കാൻ നടക്കുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ തിളക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നത് തിളക്കുമെന്നുള്ളത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ വിഷയം മാത്രം. അത് ഇവിടുത്തെ എനിക്ക് അതാണ് ചോദ്യം. സ്ത്രീകളുടെ വിഷയം എവിടുത്തെ സിനിമയിലെ മാത്രം എനിക്ക് എന്റെ ഇത് കിട്ടുന്നില്ല. റെസ്പെക്ട് ഇല്ല. എനിക്ക് അവസരങ്ങൾ കിട്ടും. എങ്ങനെ നിങ്ങൾ ആ സിനിമയിൽ എടുക്കുമ്പോൾ എനിക്ക് നിർബന്ധം? അങ്ങനെയാണെങ്കിൽ ഇവിടെ അവാർഡ് കിട്ടി എത്ര നടികളുണ്ട് ഇവരെ വെച്ചിട്ട് സിനിമയുണ്ട് എന്നോ ചെയ്യാത്തത്? അങ്ങനെയൊന്നും നിർബന്ധമില്ല. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാണ്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇല്ല, എനിക്ക് നിങ്ങൾ സിനിമ ഇല്ല, നിങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് എന്താ നിർബന്ധം? എന്റെ പടത്തിൽ സ്ത്രീകളുണ്ട്, അത് എനിക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ ഞാൻ വെക്കും.
ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന മ്യൂസിക് വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പീഡിൽ കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിളാണ്. ഒരു സംഘടന വരുന്ന സമയത്ത് ആ ഒരു സംഘടനയുടെ പുറത്ത് നിൽക്കുന്ന കുറേയധികം ആളുകൾക്ക് എതിർപ്പുണ്ടായിരിക്കും. ആ ഒരു എതിർപ്പുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണിത്. വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു അച്ഛനാവാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലൊരു അച്ഛനായാൽ മതി. നാട്ടുകാരുടെ മുഴുവൻ തന്തയാവേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം ആദ്യം നന്നാവണം. നമ്മൾ നിൽക്കുന്ന കൂട്ടം അത് സിനിമയാണ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന കൂട്ടം അത് സോഫ്റ്റ്വെയർ മേഖലയാണ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന കൂട്ടം അധ്യാപകരുടെ ഒരു സംഘമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതികൾ. നാട്ടുകാരുടെ മുഴുവൻ തന്തയേണ്ട ആവശ്യം ഒരു സംഘടനകൾക്കുമില്ല. ഓരോ സംഘടനകൾക്കും അവർ നിൽക്കുന്ന ആ ഒരു കൂട്ടത്തിൻ്റെ കാര്യം തന്നെയാണ് പ്രാധാന്യം. അത് അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. സോഫ്റ്റ്വെയർ മേഖലയിലുള്ള സ്ത്രീകൾക്ക് സംഘടന ഉണ്ടാക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. ജനാധിപത്യ രാജ്യമാണ്. ബാക്കി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ സംഘടനകൾ അവർക്ക് രൂപീകരിക്കാം. അങ്ങനെ എല്ലാ സാധ്യതകളും ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം കൂട്ടത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഏതൊരു സംഘടനയെ രൂപീകരിച്ചാലും നമ്മൾ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാലും ഇതൊന്നും പുറത്ത് നിൽക്കുന്ന ഒരുത്തനെ കൺവിൻസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ WCC എന്ന് പറയുന്ന ഒരു സംഘടന വരുന്നു. സ്ത്രീകളുടെ മലയാള സിനിമയിലെ പ്രാതിനിധ്യത്തെക്കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുന്നു. അവസരങ്ങൾക്ക് വേണ്ടി സംഘടനാപരമായിട്ട് പോരടിക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്നും ഒരു സാധാരണക്കാരനെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് അവരവരുടെ കാര്യങ്ങളായിട്ട് അവരങ്ങനെ പോയിക്കോളും. അങ്ങനെ ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. വിനായകനെ പോലുള്ള ഒരാളെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഏതെങ്കിലും വേദിയിൽ പരിധി വിട്ടിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്ന സമയത്ത് മാത്രമാണ്. വേറെ ഒരു സ്ഥലത്തും അല്ലെങ്കിൽ അയാളുടെ സ്വാഭാവികമായിട്ടുള്ള ജനാധിപത്യ രാജ്യത്തുള്ള അവകാശങ്ങളിലേക്കൊന്നും ഒരിക്കലും കടന്നു കയറത്തില്ല ഇതുപോലുള്ള സംഘടനകൾ. പിന്നെയും അദ്ദേഹത്തെ ഒഫൻഡഡ് ആക്കുന്ന എന്താണ്? ആ ഒഫൻഡഡ് ആക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ടാണ് ഓരോ ചെറിയ മേഖലകളിൽ നിന്നും ഓരോ സംഘടനകൾ അവകാശങ്ങളൊക്കെ ചോദിച്ച് പുറത്തേക്ക് വരുന്നത്. പറഞ്ഞല്ലോ, ഇതിനകത്ത് ആരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ബാധിക്കുന്ന ഒരു സംഗതിയല്ല. അടുത്ത റീലിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു റീൽ എൻ്റെ കയ്യിൽ കിട്ടിയില്ല, ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാം. ഈ വാർത്തകൾ വളച്ചൊടിച്ച് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു സുഖമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് റീച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും വളച്ചൊടിച്ച് പറഞ്ഞാലേ അവർക്ക് അതിനകത്തൊരു ആനന്ദമുള്ളൂ. ഞാൻ ഇന്നലെ പാലക്കാട് നിന്നൊരു വാർത്ത കേട്ടു. പാലക്കാട് നിന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. നവകേരള സദസ്സിൽ ഒരു കുടുംബം പോസ്റ്റ് അവരുടെ വീട്ടിൻ്റെ അടുത്ത് നിന്നൊന്നും മാറ്റിയിടണം എന്നുള്ള ഒരു ആവശ്യം പരാതിയായിട്ട് ഉന്നയിച്ചു. അതിന് മുൻപ് KSEBിൽ പറഞ്ഞ സമയത്ത് 10,000 രൂപ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതങ്ങനെയാണ്, ഒരു പോസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ സൗകര്യാർത്ഥം മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ KSEBിൽ പൈസ അടയ്ക്കണം. ഇവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവർ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തു. ഇവർ പരാതി കൊടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ ലൈൻ കമ്പി വീടിൻ്റെ തൊട്ട് മുകളിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവർ മാറ്റിയിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. ഏതായാലും പോസ്റ്റ് ഈ പരാതി കൊടുത്തതിന് ശേഷം ഒരടി മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തത് എങ്ങനെയാണ്? നവകേരള സദസ്സിൽ പരാതി കൊടുത്തു, പോസ്റ്റ് വെറും ഒരടി മാറ്റി വെച്ചു എന്നുള്ളതാണ്. ഒരടി മാറ്റി വെച്ചാൽ മതി. ഇതിൻ്റെ കമന്റ് ബോക്സിൽ ആളുകൾ, അയ്യേ ഒരടിയാണോ പരാതി കൊടുത്തിട്ട് മാറ്റി വെച്ചത്? ഒരടി അല്ലാതെ റോഡിന് നടുക്കോട്ട് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുമോ? ഇത്തരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അതിനെ അവർ പ്രസന്റ് ചെയ്ത ഒരു രീതിയാണ്. അതേപോലെ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, നവകേരള സദസ്സിൽ പരാതി കൊടുത്ത് ലോണിൽ വെറും 515 രൂപയെ ഇളവ് കിട്ടിയുള്ളൂ. ആ ഒരു വാർത്തയുടെ നിജസ്ഥിതിയിലേക്ക് പോകാം. കള്ളപ്രചാരണങ്ങൾ പൊളിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി 9 PM കടക്കുന്നത്. നവകേരള സദസ്സിൽ ലോൺ കുടിശ്ശിക ഇളവിനായി അപേക്ഷ നൽകിയവർക്ക് നാമമാത്രമായ തുക ഇളവ് നൽകിയെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമെന്ന് കേരള ബാങ്ക്. കണ്ണൂർ ഇരട്ടി സ്വദേശി 7,640 രൂപ മാത്രമാണ് പരിശീലനത്തിൽ അടയ്ക്കാനുള്ളതെന്നും ഇതിന്റെ 5% നിയമാനുസൃതമായി ഇളവ് നൽകിയതെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. 3,97,731 രൂപ കുടിശ്ശികയുള്ളതിൽ 515 രൂപ മാത്രം ഇളവ് നൽകിയെന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് കേരള ബാങ്ക് അധികൃതർ അറിയിച്ചു. ഇരട്ടി കിളിയന്ത്ര സ്വദേശി കേരള ബാങ്ക് ഇരട്ടി സായന ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് ഭവന വായ്പയെടുത്തത്. 2023 ഡിസംബർ 26 പ്രകാരം 3,89,680 രൂപ മുതലും 7,640 രൂപ പലിശയും 133 രൂപ പിഴപ്പലിശയും 278 രൂപ ബാങ്ക് ചാർജും ചേർന്നതാണ് ബാക്കിയുള്ള ലോൺ തുക. ഇത് വായ്പാ കുടിശ്ശികയല്ല. കേരള ബാങ്ക് സർക്കുലർ പ്രകാരം പലിശയുടെ 5% പരമാവധി ഇളവ് നൽകാൻ കഴിയുക. ഇത് പ്രകാരം പലിശയായ 7,640 രൂപയുടെ 5%വും പിഴപ്പലിശയും ചേർത്ത തുകയാണ് ഇളവ് നൽകിയതെന്ന് കേരള ബാങ്ക് CPC DGM യു മനോജ് പറഞ്ഞു. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വസ്തുതകൾക്ക് നിരക്കാത്ത രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പല ചാനലുകൾ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പലിശയിൽ 7,660 രൂപയും പിഴപ്പലിശയിൽ 428 രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. പലിശയുടെ 5%. ഇതിന്റെ താഴെയും വലിയ കമന്റ്സ് ഉണ്ട്. അയ്യേ ലോൺ കുറച്ച് കൊടുത്തില്ലേ, വിജയ് മല്യ ലോൺ എടുക്കുന്നുണ്ടല്ലോ. ബാങ്കുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയെ കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ കമന്റ് ഇടുന്നത്. എന്നാലും വെറുതെ അങ്ങോട്ട് അടിക്കുകയാണ്. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് മാന്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. അദ്ദേഹം എന്തെങ്കിലും ഇളവ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അപേക്ഷിച്ചാണ്. അതിനകത്ത് ഈ വാർത്തയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു വാർത്ത കേട്ടതാണ്. അതിൽ ഈ ഒരു പരാതി കൊടുത്തിട്ടുള്ള വ്യക്തി, സദസ്സിലേക്ക് പരാതി കൊടുത്തിട്ടുള്ള വ്യക്തി മുന്നിലേക്ക് വരാൻ റെഡിയായില്ല. എന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയാം വെറുതെ കൊടുത്താണ്, എന്തെങ്കിലും കുറഞ്ഞ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മാധ്യമങ്ങൾക്ക് വെറുതെ അടിച്ചു വിടാൻ വേണ്ടിയുള്ള ഒരു ന്യൂസ് എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റായിട്ട് തന്നെ അടവ് നടത്താൻ ശേഷിയുള്ള അടവ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ഇളവ് കൊടുത്താൽ, ആ ഒരു വ്യക്തിക്കും ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്? അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ലോൺ എടുക്കുക എന്നുള്ളതാണ്. എല്ലാ ആൾക്കാരും ലോൺ എടുത്തിട്ട്
ലോൺ മുഴുവൻ വെട്ടിക്കുറയ്ക്കണം അല്ലെങ്കിൽ തള്ളിക്കളയണം എന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിക്കുന്നത് ഇതിങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഞാനൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, എല്ലാ ആൾക്കാരും ലോൺ എടുക്കാറുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കാറുണ്ട്, പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് എടുക്കാറുണ്ട്, നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ആളുകൾക്ക് വലിയ പരാതി. കാരണം ഇമോഷണൽ അപ്രോച്ച്, വൈകാരിക പ്രകടനങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഗുണം ഉണ്ടാവും. ഇപ്പോൾ ബാങ്കുകളെ ആളുകൾ ക്രൂശിക്കും. എന്നാൽ ദേശസാൽകൃത ബാങ്കുകളോ അല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് ബാങ്കുകളോ ഒരു വിഷയമില്ല, മര്യാദയ്ക്ക് ലോൺ അടച്ചോളും. നമുക്ക് തിരിച്ചടയ്ക്കാനായിട്ടുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കുക, അടയ്ക്കുക. ഇനിയിപ്പോൾ തീരെ വഴിയില്ല, അവസാനം പിഴപ്പലിശയൊക്കെയായി അങ്ങേയറ്റമൊക്കെ ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ, നാട്ടുകാർ, സന്നദ്ധ സംഘടനകളൊക്കെ സഹായിക്കും. കഴിഞ്ഞ ദിവസം കണ്ട ഒരു റീലാണ്, ഒരു ആളുടെ പ്രതികരണമാണ്, ആരാണെന്നുള്ളത് അറിയില്ല. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര പരാതി. ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ പാപമാണല്ലോ. ഇപ്പം മറ്റേ തീവ്ര ഇസ്ലാമിസ്റ്റുകളും മറ്റേ കാതൽ കാക്ക ചെറുപടലകളെല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജിയോ ബേബി ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറഞ്ഞേ, അയ്യോ ഞങ്ങളുടെ കുടുംബങ്ങൾ നശിക്കുന്നത്. അങ്ങനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ആരെങ്കിലും പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുന്ന സമയത്തോ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ഭൂലോക പരാജയമായിരുന്നു, ആരെങ്കിലും രക്ഷപ്പെടാനായിട്ട് അവിടെ കാത്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിപ്പം നാട്ടുകാർക്ക് അതിൻ്റെ കുറ്റം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജിയോ ബേബിക്ക് അതിൻ്റെ കുറ്റം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ കുടുംബങ്ങൾ എന്നുണ്ടെങ്കിൽ, അത് സമുദായപരമായിട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമുദായപരമായിട്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്ന തരത്തിലേക്ക് മൈക്കിക്കട മറ്റേ പാട്ട് പോലെ എന്തോ ഇങ്ങനെ ഉപദേശിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചാൽ മതി. ഒരു പെൺകുട്ടി IT മേഖലയിലുള്ള പെൺകുട്ടിയാണ്, പയ്യനും IT മേഖലയിൽ തന്നെയാണ്, കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ പെറ്റ് ഡോഗുണ്ട്, ലാബാണ്. അപ്പോൾ ആ ഡോഗിനെയാണ് ഈ പെൺകുട്ടിയെക്കാളും ഈ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ഇഷ്ടം. അപ്പോൾ ഈ കുട്ടിക്ക് പട്ടിയെ ഇഷ്ടമേ ഇല്ല. അപ്പോൾ പട്ടിയെ ആ വീട്ടിൽ നിർത്താൻ പാടില്ല, പട്ടി അകത്ത് കയറും. അപ്പോൾ പട്ടി അകത്ത് കയറാൻ പാടില്ല, പട്ടി വേണ്ട എന്നുള്ളതാണ് ഈ കുട്ടിയുടെ താല്പര്യം. പക്ഷേ പട്ടിയെ വിട്ടിട്ട് ഭാര്യയെ സ്വീകരിക്കാൻ ആ പയ്യൻ്റെ അമ്മയോ തയ്യാറല്ല. ആ പട്ടിയുടെ പേരിൽ ഡൈവോഴ്സ് കേസ്, പട്ടിയെ ഉപേക്ഷിക്കില്ല എന്നുള്ളതായിരുന്നു പയ്യൻ്റെ തീരുമാനം. അത് ഡൈവോഴ്സായി. നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, ഇത് സിനിമയിലാണോ നടക്കുന്നതെന്ന് തോന്നും. ഇതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ഇങ്ങനെയാണ്, ഇതിൽ ചിരിക്കാനൊന്നുമില്ല, വളർത്തുമൃഗം എസ്പെഷ്യലി ഡോഗ് അത് എപ്പോഴും കുടുംബത്തിലെ ഒരു അംഗമായാണ് വളരുന്നതും വളർത്തുന്നതും. അങ്ങനെയുള്ള ഫാമിലി അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അവളെയൊക്കെ ഡിവോഴ്സ് ചെയ്ത് കുറച്ച് പുണ്യാഹം തെളിച്ച് വീട് വൃത്തിയാക്കണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങടെങ്കിലുമൊക്കെ കെട്ടിക്കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടിയെ മാത്രമല്ല പട്ടിയെ വരെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാനായിട്ട്. അഡ്ജസ്റ്റ്മെൻ്റാണ് ഇവിടെ ഇവർ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി വേണ്ടവൻ പട്ടി എടുക്കട്ടെ, കുട്ടിയെ വേണ്ടാത്തവൻ കുട്ടിയെ പറഞ്ഞു വിടട്ടെ, ഡിവോഴ്സ് നടക്കട്ടെ. ഇതിനകത്ത് ചില ആളുകൾ പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് സംസാരിക്കേണ്ടതായിരുന്നു. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വീട്ടിലൊരു പട്ടിയുണ്ട്, കേൾക്കുന്ന സമയത്ത് ഓക്കെ പട്ടിയുണ്ട് നല്ലതാണ്, അപ്പം മൃഗങ്ങളോട് സ്നേഹമുള്ള ഒരുത്തനാണ്, പട്ടിയോ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്, ഓക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറി വരും, കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെയാണല്ലോ. എന്നാൽ പട്ടിയാണ് എല്ലാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് എങ്ങനെ ഊഹിക്കാനായിട്ട് പറ്റും, എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ഇതൊരു അനുഭവമായിട്ടെടുത്ത് ഇനിയും ആളുകൾ വിവാഹം കഴിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന പട്ടി, ഈ ലാമ്പ് പോലെയുള്ള പട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ രോമം അങ്ങോട്ട് കുഴിയും. അപ്പോൾ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഗതിയല്ല. അതേപോലെ പട്ടി എന്ന് പറയുന്നത് പൂച്ച പോലെ അത്ര വൃത്തിയുള്ള ഒരു ജീവിയല്ല. പൂച്ച എനിക്ക് ഇഷ്ടമില്ല, എന്നാലും പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കുളിപ്പിച്ച് മിടുക്കനാക്കി അവനെ അങ്ങോട്ട് നിർത്തി അല്ലെങ്കിൽ അവളെ അങ്ങോട്ട് നിർത്തിയാലും കതവ് തുറന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മണ്ണാണോ ചെളിയാണോ ചാണകമാണോ എന്നുള്ളതൊന്നും നോക്കത്തില്ല, അത് അതിനകത്ത് പോയി ചാടുന്ന ഒരു ജീവിയാണ്. അത് എപ്പോഴും നമുക്ക് അത്രയധികം അതിനെ കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ കിടപ്പ് മുറിയിലും നമ്മുടെ സോഫയിലും ഒക്കെ അതിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്തെല്ലാം വെച്ച് വളർത്തുന്ന പട്ടികൾ ഭയങ്കര സ്നേഹം കിട്ടുന്ന പട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത്ര വൃത്തിയായിട്ട് അതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നമ്മൾ ഹനിക്കേണ്ടി വരും. ഒന്നും മുറ്റത്തിറക്കാൻ പാടില്ല, അതിനൊന്നും ഓടാൻ വിടാൻ പറ്റുകയില്ല. ഇങ്ങനെ എപ്പോഴും ചങ്ങല കെട്ടി ഇങ്ങനെ നടത്തിക്കൊണ്ട് വരാനേ പറ്റത്തുള്ളൂ. അപ്പം അതിനകത്ത് വലിയ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പട്ടിക്കും ഇല്ലേ പട്ടിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും ഓടി പറമ്പിക്കിടയ്ക്ക് ഒന്ന് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. നാട്ടുകാർക്കാണ് ചൊറിച്ചിൽ. ഈ ഫോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നീ കാര്യങ്ങളൊക്കെ നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ എങ്ങനെ നടന്നാലും മറ്റൊരാൾക്ക് നിയമപരമായിട്ടോ പൗരൻ്റെ അവകാശങ്ങളിലേക്ക് ഹനിക്കപ്പെടുന്ന തരത്തിലേക്കോ ഒന്നും ബാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ അവകാശങ്ങളിലേക്ക്, നമ്മളുടെ സ്വാതന്ത്ര്യങ്ങളിലേക്ക് കടന്നു കയറുന്നത് എന്തിനാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവർ പറയും ഞങ്ങളാണ് ഈ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ സദാചാരം സംരക്ഷിക്കുന്ന ആൾക്കാർ. ഇതിനകത്ത് എന്താണ് സദാചാരം? അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നിങ്ങളുടെ സദാചാരങ്ങളുമായിട്ട് എതിർപ്പുണ്ടാകുന്ന തരത്തിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവൊന്നുമില്ല. ഒരു വെറും മറ്റേ ചൊറിച്ചിൽ,
അല്ലെങ്കിൽ അങ്ങോട്ട് സഹിക്കത്തില്ലായ്മ. നിഷ്കളങ്കർ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചർച്ച ചെയ്യുന്ന കുട്ടികളുടെ റീലിലേക്ക് പോകാം. അതിന് മറുപടി കൊടുക്കുമ്പോഴത്തേനും മൊത്തത്തിൽ ഒരു ഉത്തരം കിട്ടും. നിഷ്കളങ്കർ എന്ന് തോന്നിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കുറേയധികം പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അവരിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ അതിനകത്ത് എപ്പോഴും വരുന്നത് മറ്റേ ആൽഫ മെയിൽ, ഫെമിനിസം, പിന്നെ LGBTQ, വലിയ വലിയ സംശയങ്ങളാണ് ഇത്. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ അറിവില്ലാത്ത പൈതങ്ങൾ. പക്ഷേ ഇവരങ്ങോട്ട് മൈക്ക് ഓഫ് ചെയ്തിട്ട് മാറി നിന്നിട്ട് അൽഫംബിന്ദുള്ള ബർക്കത്ത് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പൊളിറ്റിക്സ് മനസ്സിലാവും. ഇത് നിങ്ങൾ അങ്ങനെയല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. You can be gay, lesbian, bisexual, whatever you want. But ഇവരിത് ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്ത് വേണമെങ്കിലും ആയിക്കോ. നിങ്ങൾക്ക് ഗേ ആവണോ അതാവണോ, ഇത് ഞങ്ങളെ വീട്ടിലുള്ള കുട്ടികളെ വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാനും ഇവരാരാ? You can be proud of your sexuality, but why should we be proud of your sexuality? അത്രേ ഉള്ളൂ. ഇത് നമ്മളൊക്കെ ഫോഴ്സ് ചെയ്യണം. എല്ലാവരും മനുഷ്യന്മാരാണ്, അവരുടെ ബേസിക് റൈറ്റ്, ഡെമോക്രാറ്റിക് റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം നമ്മൾ എതിർക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ആശയം ഇത് നമുക്ക് ഇൻജക്ട് ചെയ്ത് വരുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന ദോഷങ്ങൾ അത് മാത്രം നമ്മൾ പറയാം. സൊസൈറ്റിക്ക് ഫോഴ്സ് ചെയ്യേണ്ടതാണ്, നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടതാണ് നമ്മൾ എതിർക്കുന്നത്. മൂവീസിലൂടെ ആയാലും നാടകത്തിലൂടെ ആയാലും കുട്ടികളുടെ ബുക്കിലൂടെ ചിന്തിക്കണം. അതെ, അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. LGBTQ റൈറ്റ്സ് ഫോഴ്സ് ചെയ്യുക, ഫോഴ്സ് ചെയ്യേണ്ടി വരിക, അതിൻ്റെ രാഷ്ട്രീയ വശത്തിൽ പറയേണ്ടി വരിക, വഴിയിലിറങ്ങി പ്രകടനം നടത്തേണ്ടി വരിക, ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഫോഴ്സ് ചെയ്യുന്നു നമുക്ക് തോന്നുന്നത് ഇവരിങ്ങനെ പേടിക്കുന്നത്. ഈ പ്രൈഡ് റാലിയൊക്കെ കാണുന്ന സമയത്ത് ആളുകൾ സിനിമകളിൽ അത് പറയുന്ന സമയത്ത് ഇവരിങ്ങനെ പേടിക്കുന്നത്, ആ പേടിയുടെ കാര്യമുണ്ടോ? ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത് എന്താണ്? മതമാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത്. ഈ മതങ്ങൾ ഫോഴ്സ് ചെയ്യുന്നില്ല, ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ എല്ലാ ആൾക്കാരെയും പേടിപ്പെടുത്തി, അയ്യോ പേടിക്കല്ലേ, പേടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണേ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ ഒരു റീല് ഒന്ന് കാണണം. ഇത് ഫോഴ്സ്ഡ് ആണോ? ഇതാണ് ശരിക്കും ഫോഴ്സ്ഡ് എന്ന് പറയുന്നത്. ഒരു നാട്ടിലെ നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള മതനിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആക്രോശങ്ങൾ, ആ ഒരു നാട്ടിലെ സൂര്യജീവിതത്തിലേക്ക് മതം കുത്തിക്കയറ്റിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ, എല്ലാത്തിനകത്തേക്കും കുത്തിക്കയറ്റുന്ന ഈ ഒരു മതമാണ് ആക്ച്വലി ഫോഴ്സ് ചെയ്യപ്പെടുന്നത്. പ്രൈഡ് റാലി എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഈ മതം ഫോഴ്സ് ചെയ്ത് അടിച്ചേൽപ്പിച്ച മനുഷ്യാവകാശ ലംഘനങ്ങൾ കാരണം ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ഇതുങ്ങൾ വഴിയിലേക്ക് ഇറങ്ങുന്നതും അതിർത്തികളിൽ പോയി ചാവറാവുന്നതും പൊട്ടിത്തെറിക്കുന്നതും എല്ലാം ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റിലീജിയൻ കാരണമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഫോഴ്സ് ചെയ്യപ്പെടുന്നത്. ആ ഒരു സാധനം എന്തിനാണ് ഈ പബ്ലിക്കിലേക്ക് വന്ന് ഞങ്ങളുടെ തലമണ്ടയിലേക്ക് ഇടുന്നത് എന്നുള്ളത് ഈ പറയുന്ന അട്രോസിറ്റീസിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന മത അനുകൂലികൾ അതിനെ അനുകൂലിക്കുമോ? ഞാനിത് മതങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളതുള്ളൂ. മറ്റവർ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ അവരെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞാണ്, നിഷ്കളങ്കന്മാരെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഇത് കേൾക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇതിങ്ങനെ ഫോഴ്സ് ചെയ്ത് നമ്മളുടെ ചെവികളിലേക്ക് അടിച്ച് കേൾപ്പിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5 മണി തൊട്ട് പള്ളിയിലെ പാട്ടാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ പള്ളിയിൽ ഭയങ്കര ഉച്ചഭാഷണിയിൽ മറ്റേ ക്രിസ്ത്യൻ പള്ളിയിൽ ഭക്തിഗാനം ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല എന്ന് തോന്നുന്നു. തീരെ സൗണ്ട് കുറച്ചിട്ടൊക്കെയാണ് വയ്ക്കുന്നത്. ഇത് ഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ്. അമ്പലങ്ങളിലേത് ഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ്, മോസ്കുകളിലേത് ഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ്. ഇതൊക്കെ കേട്ടിട്ടും ഇവിടെയുള്ള ഒരു ബഹുഭൂരിപക്ഷ ജനത, ഞാനടക്കമുള്ള ആളുകളുടെ വിശ്വാസമല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കാരണം നമ്മളുടെയൊക്കെ വർക്കിനെ ബാധിക്കുന്ന, നമ്മളുടെയൊക്കെ കർണപടങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഉച്ചഭാഷണികളാണ് പലപ്പോഴും മതത്തിൻ്റെ രീതിയിൽ നടക്കുന്നത്. ഇത് ഫോഴ്സ് ചെയ്യപ്പെടുന്നതല്ലേ? എന്തൊരു തോന്നിയാസമാണ്, എന്തൊരു അക്രമമാണ്, അതിക്രമമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയ സമയത്ത്, അവധിക്ക് നാട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ നാട് ഇളംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങളുടെ ഒരു കൊച്ചു ടൗണാണ്, അടുത്തുള്ള ഒരു ടൗണാണ്.
ശബരിമലയുമായിട്ട് ഒരു 50 കിലോമീറ്റർ ഇപ്പുറത്താണ്. ആ ഒരു നാട് മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ അയ്യപ്പ ഭക്തര്. അങ്ങ് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പ്ലാസ്റ്റിക് ഇട്ട് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ദേവസ്വം ബോർഡോ അയ്യപ്പ സേവാ സംഘവും ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യൂല്ല. ഇതെല്ലാം നമ്മൾ അനുഭവിക്കണം. ഈ പമ്പയിലൊക്കെ ചെല്ലുന്ന സമയത്ത് വസ്ത്രം അവിടെ ഊരിയിട്ടിട്ട് പോയാലേ പുറം നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് സന്തോഷമാകത്തുള്ളൂ. അവസാനം ഇതങ്ങനെ ഊരി അവിടെ മാലിന്യമായിട്ട് അങ്ങ് നിക്ഷേപിച്ചിട്ടങ്ങ് പോകും. ഇത് ചെയ്യരുത് എന്ന് അവിടെ ആലമുറയായിട്ട് പറഞ്ഞിട്ടും ആരും അത് ചെയ്യുന്നില്ല. എൻ്റെ നാട്ടിൽ നിലം കാണാൻ പറ്റാത്ത തരത്തിലേക്കുള്ള വേസ്റ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശബരിമല പോലെയുള്ള പെരിയാർ ടൈഗർ റിസർവിലുള്ള ആ ഒരു ആരാധനാലയത്തിൻ്റെ ചുറ്റുപാടും എങ്ങനെയായിരിക്കും? അത്രയധികം പ്രകൃതിക്ക് ദൂഷ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശരിക്കും ഈ പറയുന്ന പരിപാടികൾ. ഇവിടെ ഫോഴ്സ്ഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് മതമാണ്. ഇപ്പോൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന അതുപോലെയുള്ള ചാനലുകൾ ഉണ്ടാക്കുന്ന പല ആളുകളും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് തരുന്നത് മതത്തിൻ്റെ ചില സംഗതികളാണ്. ഇനിയിപ്പം വേറെ ഒരു വലിയ വൃത്തികേട്, മറ്റേ സർവ്വമത പ്രാതിനിധ്യം വേണമല്ലോ, അല്ലെങ്കിൽ പിണക്കമാവുമല്ലോ. അതുകൊണ്ട് അത് അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്നതാണ്. ഇന്നലെ ഒരാൾ അയച്ചു തന്ന നൂറുകണക്കിന് ഇന്ത്യൻ ഒറിജിനുള്ള ആളുകൾ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും വന്ന് അവിടുത്തെ ജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് അല്ലെങ്കിൽ ഒഴുകുന്ന സ്ഥലങ്ങളിൽ വന്ന് അവരുടെ പൂജ ചെയ്യുകയാണ്. ഇന്ത്യക്കാർക്ക് അങ്ങനെയാണല്ലോ, വെള്ളത്തിൽ കൊണ്ട് ശവമടക്കമുള്ള ആളുകൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടത്തുള്ളൂ. അതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു മതം എന്ന് പറയുന്നത്. ഇത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള വൃത്തികേടുകളാണ്. ഇതൊക്കെ എന്തിന് ഈ പറയുന്ന ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന കടൽ സഹിക്കണം? എന്തിന് ഇവിടെയുള്ള കടൽ ജീവികൾ സഹിക്കണം? ഇതൊക്കെ ഫോഴ്സ്ഡ് ആയിട്ട് ആളുകളിലേക്ക് അടിച്ചു തരുന്ന സാധനമാണ്. ഇനി അടിച്ചേൽപ്പിക്കുന്ന സാധനം എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഫെമിനിസം സ്ത്രീകളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് സ്ത്രീക്ക് അവളുടെ സ്വത്വത്തോട് അപകർഷത തോന്നിപ്പിച്ചു എന്നതാണ്. ഇൻഫീരിയോറിറ്റി തോന്നിപ്പിച്ചു. പ്രസവിച്ച് വീട്ടിലിരിക്കുന്നവൾ മോശം, ജോലിക്ക് പോയി പ്രസവം നീട്ടിയായി കുട്ടിയെ അബോർട്ട് ചെയ്ത് പണമുണ്ടാക്കുന്നവൾ ഉന്നത എന്ന ഒരു ബൈനറി സൃഷ്ടിച്ചു. ഒരു സ്ത്രീക്ക് അടിസ്ഥാനപരമായി ചെറുപ്പം തൊട്ടേ പാവക്കുട്ടികളോടാണ് താല്പര്യം. ഒരു കുട്ടി ഉണ്ടാവുക, അതിനെ നോക്കുക എന്നത് അവളുടെ അടിസ്ഥാന ആവശ്യമാണ്. ഏതുപോലെ നമ്മൾ പറയും ലോകത്തെ ഏറ്റവും പ്യൂറസ്റ്റ് ലവ് ആരോടുള്ളതാണ്? മാതാവിന് കുട്ടിയോടുള്ളതാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ്. പക്ഷേ ഈ മാതാവിന് കുട്ടിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഉമ്മയുടെ കൂടി ആവശ്യമാണ് കുഞ്ഞുണ്ടാവുക, കുഞ്ഞിനെ സ്നേഹിക്കുക എന്നത്. അപ്പോൾ ഇവർക്ക് ജൈവികമായുള്ള ഒരു ആഗ്രഹത്തെ മോശം എന്ന് പറയുകയും, ജോലിക്ക് പോകാൻ ലോകത്തൊരാളും ആഗ്രഹിക്കില്ല. പൈസ കിട്ടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതിന്റെ പേരാണ് ജോലി. പൈസ കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യില്ല, അതിന്റെ പേരാണ് ജോലി. അപ്പൊ ലോകത്ത് ഒരാളും സ്വാഭാവികമായി ആഗ്രഹിക്കാത്ത ഒന്ന് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ഇവരുടെ സ്വത്വത്തോട് അപകർഷത തോന്നിപ്പിക്കുന്നു എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തെങ്കിലും ഉടായ്പിൽ കൂടെ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള വേദികളിൽ കൂടെ നിരങ്ങി നടക്കുന്ന ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്തോ ഇഷ്ടമില്ലാതാണ് പോകുന്നതെന്നുള്ളത്. അവരുടെ പെർസ്പെക്റ്റീവാണ്. ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ജോലിയെ ജോലിയായിട്ട് കാണാതിരിക്കുന്ന സാഹചര്യം ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയാണ് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് ആരുടെങ്കിലും കീഴിലൊക്കെ പണിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെയല്ല, നമ്മളുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് ചേർത്ത് വെച്ച് ജോലിക്ക് ഒരു പവറുണ്ട്. ഇപ്പോൾ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറയുന്ന ഒരു കാര്യം സ്വായത്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു പവർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഐഡൻറ്റിറ്റിയുമായിട്ട് ചേർത്ത് നിർത്തുന്ന ഒരു സംഗതിയാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത പഠിത്തത്തിലേക്ക് മറ്റും പോകുമ്പോൾ ഞാൻ അതിലാഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നതും ഏണിംഗ് എന്ന് പറയുന്നതും അതിൻ്റെ ഒരു സൈഡാണ്. ഇതെല്ലാം നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. അതൊരു വലിയ കൂട്ടം ആളുകൾക്ക് അങ്ങനെയുണ്ട്. ഈ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമോ? എന്നെ പോലുള്ള ആളുകൾ എല്ലാ ജെൻഡറിലും ഉണ്ട്. അപ്പോൾ ആ ഒരു ജോലി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്ന ആളുകൾ. കുട്ടി എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു വേദിയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹത്തോടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന ഒരു ചോയ്സാണ്. അത് ഈ തൊപ്പി വെച്ചവൻ പറയുന്നത് കേട്ടിട്ട്, നാട്ടുകാർ പറയുന്നത് കേട്ടിട്ടും, ബന്ധുക്കാർ പറയുന്നത് കേട്ടിട്ടും എടുക്കേണ്ട തീരുമാനമല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എല്ലാവർക്കും എല്ലാ കാര്യവും പറ്റില്ല. ഇപ്പം ഇയാളെ പോലെ വന്നിട്ട് വേദിയിൽ വന്നിട്ട് സദാചാരം പറയാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുമല്ല. ഒരു വേദിയിൽ പോയിട്ട് ഒരു ഡാൻസ് കളിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഒരു റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ട് ഇടിച്ച് ഒരുത്തനെ വീഴ്ത്താനായിട്ട് പലപ്പോഴും എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ നമ്മളെല്ലാം ഇപ്പം ജെൻഡർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ പെണ്ണുങ്ങളുണ്ടായിരിക്കാം,
മറ്റ് ജെൻഡേഴ്സ് ഉണ്ടായിരിക്കാം. അതിൽ വേറൊരു ജെൻഡർ വന്നിട്ട് ഇന്ന ജെൻഡറിൻ്റെ റോൾ ഇങ്ങനെ അമ്മയാവുന്നതാണ്, അങ്ങനെയാണ് ഭയങ്കര, അല്ലാത്ത ആൾക്കാരെല്ലാം മോശമാണെന്ന് പറയുന്ന ആ ഒരു സാധനമാണ് അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്നത്. അത് ഈ സ്ത്രീപക്ഷവാദികൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് വാദം ഉന്നയിക്കുന്ന ആൾക്കാർ അങ്ങനെ അടിച്ചേൽപ്പിക്കത്തില്ല. കുട്ടി ഉണ്ടാകുന്നത് മോശമാണ്, എല്ലാ കുട്ടികളും അബോർട്ട് ചെയ്യണമെന്നുള്ളത് ആരാ പറയുന്നത്? അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതിയാണ്. ഇത് അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് വാദിക്കുന്ന ആരാണ്? അതിപ്പോൾ മറ്റേ സ്കൂളിൽ പോകാത്ത ഉസ്താക്കന്മാർക്ക് പെണ്ണ് കിട്ടാത്ത സമയത്ത് അവർ പറയുന്ന സാധനമാണ്. അത് കേട്ടിട്ട് അത് വളച്ചൊടിക്കുന്ന സാധനമാണ്. അങ്ങനെ വളച്ചൊടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവരുടെ മെയിൻ. അതൊരു തരം അടിച്ചേൽപ്പിക്കലാണ്. അങ്ങനെയാണ് അവരങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങളുടെ സമുദായത്തിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ ആ ഒരു സെറ്റപ്പിൽ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുക. ഇനി അടുത്തൊരു റീലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എനിക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു റീലാണ് കേട്ടോ. ഇത് ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പറയാൻ പറ്റിയിട്ടില്ല. ரீசெண்டா சோஷியல் மீடியால இந்த வீடியோ ரொம்ப வைரலா போயிட்டு இருக்கு. நிறைய பேர் எனக்கும் அனுப்பியிருந்தீங்க. ஒரு திருநங்கைக்கும் பப்ளிக்ல ஒரு லேடிக்கும் நடக்கிற வாக்குவாதம், அந்த லேடியை பார்த்தா எங்கேயோ சோஷியல் மீடியால பார்த்த மாதிரியே இருக்கு. அது நம்மளுக்கு தேவையில்ல. மேட்ரு என்னன்னா, இது நம்மளுமே ஃபேஸ் பண்ணிருப்போம். இந்த ட்ரெயின்ல, பஸ்ல, டிராபிக்ல எல்லாம் நிக்கும் போது இந்த திருநங்கைகள் வந்து காசு கேட்கறது. ரொம்ப நாளா அதை பத்தி நான் பேசணும்னு நினைச்சிட்டு இருந்தேன். ஆனா இப்படி ஒரு தருணத்துல தான் அதை பேசணும்னு இருந்திருக்கு. ஓப்பனா ஒரு உண்மையை சொல்லணும்னா, இந்த மாதிரி காசு கேட்கிற திருநங்கைகளால பப்ளிக் டிஸ்டர்பன்ஸ் இருக்கத்தான் செய்யுது. இல்ல திருநங்கைகள் எல்லாம் பாவம், அவங்களுக்கு எப்படி காசு வரும்? நாளா அவங்களுக்கு காசு கொடுத்துருவேன்ப்பா, நான் தியாகி தர்ம பிரபு அப்படின்னு சொல்லி தரவங்கள பல பேர். இந்த ஊனமுற்றவர்கள் முதியவர்களுக்கு கூட பிச்சை கொடுக்க மாட்டாங்க. இப்போ ஒரு கூட்டம் வரும், அவங்களுக்கு எல்லாம் யார் வேலை கொடுக்குறா அப்படி. அந்த வீடியோல அந்த லேடி சொல்றாங்க, நான் வேலை வாங்கி தரேன் பாக்குறியான்னு கேக்குறாங்க. அதுக்கு அந்த திருநங்கை சொல்றாங்க, இது என்னடா அது கொடுமையா இருக்கு, நான் ஏன் இன்னொருத்தவன் அடிமையா வேலை பார்க்கணும்னா இன்னொருத்தவன் போய் எது கையேந்தி நிக்கிறேன்? ஒருத்தவனுக்கு கீழே வேலை பார்க்கறத விட ஒருத்தவன் போய் கையேந்தி நிக்கிறது கௌரவம் ஆயிருச்சா? அதே மாதிரி இந்த LGBTQ கம்யூனிட்டிக்கு கண்மூடித்தனமா சப்போர்ட் பண்றவங்க சொல்றது என்னன்னா, அது அவங்களோட வாழ்க்கை, அவங்க எப்படி வேணா வாழட்டும், நீங்க ஏன் தலையிடுறீங்க அப்படின்னு தான் கேக்குறாங்க. ரைட், அதே கேள்வியை நான் திரும்ப கேட்கிறேன். அது அவங்களோட லைஃப், அவங்க தேர்ந்தெடுத்துக்கிட்ட பாதை தான். அப்புறம் இதுக்கு பப்ளிக் டிஸ்டர்ப் பண்ணி எல்லார்ட்டையும் போய் காசு கேட்டுட்டு இருக்காங்க. இங்க திருநங்கைகளுக்கு கவர்மெண்ட் வேலையுமே கிடைக்குது. அப்படியே அவங்களே நல்லா படிச்சு நல்ல வேலையை தேடிக்கலாம்ல. இந்த மாதிரியான விஷயங்களுக்கு சப்போர்ட் பண்ணுங்க, வேணாம்னு சொல்லலாம். ஆனா குருட்டுத்தனமா சப்போர்ட் பண்ணாங்க. அவ்வளவுதான் நம்மளோட கருத்து பிடிக்கலைன்னா கமெண்ட்ல வந்து அடிச்சு பிடிச்சாங்க. ഇത് വളരെ ന്യായമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇനി ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതാണ്. ഇപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ, കേരളത്തിലെ കോളേജുകളെങ്കിലും ഒരു വലിയ പരിധി വരെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളൊക്കെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഉള്ള വിദ്യാർത്ഥികൾ കൊണ്ട് നിറഞ്ഞ ഇടങ്ങളാണ്. ഇപ്പം ഫറൂഖ് കോളേജിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല, അമ്മമാർക്ക് പേടിയാണ്, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അയ്യോ പേടിയാണ്. മറ്റേ ജിയോ ബേബിയെ തടഞ്ഞ ടീമാണല്ലോ. അപ്പോൾ ഫറൂഖ് കോളേജ് ഒഴിച്ചിട്ടുള്ള ബാക്കി കോളേജുകളിലൊക്കെ മനുഷ്യന്മാർക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഏതൊരു ജെൻഡറിലുള്ള ആൾക്കും വിദ്യാഭ്യാസം നേടാനായിട്ടും ജോലി ലഭിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ പലപ്പോഴും അവർ കമ്മ്യൂണിറ്റി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ കമ്മ്യൂണിറ്റികളിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ നിർബന്ധിത പണപ്പിരിവ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് അല്ലെങ്കിൽ വഴിയിലൊക്കെ വെച്ചിട്ട് ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം അതിരൂക്ഷമായിരിക്കും. അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലേക്കല്ല. അപ്പോൾ അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ബോഡി ടച്ചിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മര്യാദയില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുന്ന ആൾക്കാരാണ് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത്. അതുപോലുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മാറുന്നതനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവുമെന്നൊക്കെ പറയുന്ന സമയത്തും കുറേയധികം ആൾക്കാർ, പിന്നെ പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാർ, ഇപ്പം മുന്നേ മറ്റേ ടീം പറഞ്ഞ പോലെ ആ ജോലി അങ്ങനെ നോക്കിക്കാണുന്ന ആൾക്കാർ സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള മാർഗ്ഗങ്ങൾ നടത്തും. അതിനകത്ത് ഇനിയിപ്പോൾ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ റീലുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.